ക്രിസ്തുവിൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും വലിയ ദൈവസാന്നിധ്യത്തിനകത്താണ്. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഇങ്ങനെയാണ്: എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. ഹല്ലേലൂയ. ദൈവം അപ്പോസ്തലനായ പൗലോസിനോട് പറയുന്നത് ഇങ്ങനെയാണ്: നിനക്കെൻ്റെ കൃപ മതി. ഇതിൻ്റെ സന്ദർഭം നമുക്കറിയാം. അദ്ദേഹം ഒരു വേദനയെക്കുറിച്ച്, ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു പ്രലോഭനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പൈശാചിക പീഡയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് മാറിപ്പോകുവാനായി 3 തവണ അപ്പോസ്തലനായ പൗലോസ് ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം കൊടുത്ത ഉത്തരമാണ്, നിനക്കെൻ്റെ കൃപ മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻസ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് ആവശ്യത്തിനുണ്ട്, അത് മതി. ഗ്രേസ്, കൃപ. അടുത്തൊരു സീസണിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കൃപ എന്നൊരു സീസണിലേക്ക്, ഗ്രേസ് ടോക്സ് എന്നൊരു പുതിയ സീസണിലേക്ക് ഞാൻ നിങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഗ്രേസ് എന്ന വാക്കിന്, കൃപ എന്ന മലയാളം വാക്കിന് ഒരു ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായി ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഒരു റെവലേഷനിലേക്ക് എന്നെ നയിച്ച സമയത്ത് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു ഡെഫിനേഷൻ ഞാൻ പറഞ്ഞു തരാം. ഇത്രേ ഉള്ളൂ: ജസ്റ്റ് റെസ്റ്റ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് ഹി വിൽ ഡു ദ റെസ്റ്റ്. നീ ക്രിസ്തുവിൽ വിശ്രമിക്കുക, ബാക്കിയെല്ലാം അവൻ ചെയ്യും. ഇതാണ് കൃപയുടെ അർത്ഥമെന്ന് പറയുന്നത്. ഒന്നുമില്ല, അവനിൽ ശാന്തമായിരിക്കുക, ശാന്തമായി അവനിലിരിക്കുക. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണുക. നമ്മൾ പഴയ നിയമം മുതൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, മനുഷ്യൻ്റെ ശക്തിക്ക് അപ്രാപ്യമായത്, മോശയായാലും കർത്താവിനോട് കൂടെ നടന്ന ആദിമ വിശുദ്ധരായാലും എല്ലാവരിലും അവരുടെ കഴിവിന് അപ്രാപ്യമായ കാര്യങ്ങൾ വന്നപ്പോൾ അവർ പരാജയപ്പെടുമെന്ന്, അവർ തോറ്റുപോകുമെന്ന്, അവർ തകർന്നു പോകുമെന്ന്, അവർ തീർന്നു പോകുമെന്ന് അവർ വിചാരിച്ചപ്പോഴെല്ലാം, അവരുടെ കഴിവിന് അതീതമായ ശത്രു അവരെ വലയം ചെയ്തപ്പോഴെല്ലാം കർത്താവിൻ്റെ കരം അവരെ സംരക്ഷിക്കുവാനായി വന്നു. അപ്പോഴെല്ലാം കർത്താവ് അവരോട് പറഞ്ഞ ഒറ്റ വാക്ക് മാത്രമാണ്: ശാന്തമായിരിക്കും. ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ ദൈവം പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മോശ ഒരു ദിവസം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളൂ. വീണ്ടും പറയുന്നുണ്ട്, ഇന്ന് കണ്ട ഈജിപ്തിനെ ഇന്ന് നിങ്ങൾ കാണുകയില്ല. വീണ്ടും പറയുന്നുണ്ട്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന രക്ഷാകരകൃത്യം നിങ്ങൾ കാണും. അതെ, അവരുടെ, ഇസ്രായേൽക്കാരുടെ, ദൈവജനത്തിൻ്റെ കഴിവിന് മുകളിലേക്ക് പൈശാചിക ശക്തികൾ അവരെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴെല്ലാം അവരെ കരുതുന്ന ഒരു കരം അവർ കണ്ടു. അത് ദൈവത്തിൻ്റെ കൃപയുടെ ഒരു നിഴൽ മാത്രമായിരുന്നു. ദൈവകൃപയുടെ, കർത്താവിൻ്റെ കരുതലിൻ്റെ ഒരു നിഴൽ മാത്രമായിരുന്നു. അതിൻ്റെ പൊരുളിലേക്ക് വന്നത്, അതിൻ്റെ യഥാർത്ഥ വെളിപാടിലേക്ക്, ഒരു മാനിഫെസ്റ്റേഷനിലേക്ക് കടന്നു വന്നത് യേശുവിൻ്റെ വരവോട് കൂടിയായിരുന്നു. ജസ്റ്റ് റെസ്റ്റ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് ഹി വിൽ ഡു ദ റെസ്റ്റ്. യെസ്, അവനിൽ വിശ്രമിക്കുക, പിന്നെ അവൻ ചെയ്യുന്നത് കാണുക. കൃപയുടെ ഒരു പുതിയ സീസണിലേക്ക്, ഗ്രേസ് ടോക്സ് എന്നൊരു പുതിയ സീസണിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗ്രേസിൽ നമുക്ക് റോളില്ല, കൃപയിൽ നമുക്കൊരു റോളുമില്ല. കൃപയിൽ നമ്മുടെ റോളെന്ന് പറഞ്ഞത് ഇത്രേ ഉള്ളൂ: ശാന്തമായി ഇരുന്ന് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണുക. എൻ്റെ കഴിവിന് അപരിമയമായ, എൻ്റെ കഴിവിന് അപ്രാപ്യമായ എൻ്റെ ബുദ്ധിക്കും ശക്തിക്കും എനിക്ക് സാധിക്കാത്ത കാര്യങ്ങൾ, ഞാൻ പരാജയപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നിടത്ത് ദൈവം തൻ്റെ ശക്തിയാൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അത് എൻ്റെ ക്രെഡിറ്റിലോട്ട് ദൈവം മാറ്റിത്തരുന്ന പ്രവൃത്തി, കൃപ, അത് ചുമ്മാതിരുന്ന് അത്ഭുതത്തോടെ നോക്കിക്കാണുക എന്നുള്ളത് മാത്രമാണ് കൃപയിൽ നിങ്ങളുടെയും എൻ്റെയും ഉത്തരവാദിത്വം. വേറൊന്നുമില്ല. ചുമ്മാതെ കാണാനിട്ടിരിക്കണം. വരുന്ന ദിവസങ്ങളിൽ ദൈവവചനത്തിനകത്ത് നിന്ന് കൃപയുടെ വെളിപാടുകൾ നമുക്ക് സ്വീകരിക്കാം. നിങ്ങൾക്കും എനിക്കും, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വെളിപാടുകൾ സ്വീകരിക്കാം. ആ വെളിപാട് നമുക്ക് സ്വായത്തമാക്കാം. ആ വെളിപാടിൽ, കൃപയുടെ വെളിപാടിൽ നമുക്ക് ജീവിക്കാം. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഒരുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.